ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. വരാൻ പോകുന്ന പരീക്ഷകളായ LDC ഗാദി ബോർഡും അതുപോലെ തന്നെ VO എക്സാമിന് ആവശ്യമായ പ്രീവിയസ് മാത്സിലെ 16ാം ഭാഗമായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? ഓപ്ഷൻ എ 25 × 75. നമുക്ക് നോക്കാം ആദ്യം. ഓപ്ഷൻ എ എത്രയാണ്? 25 × 75. ഇതെങ്ങനെ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും നോക്കാം. 75 × 25. നമുക്ക് എന്തായാലും ഗുണിച്ചിട്ട് തന്നെ ഇതെല്ലാം നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 × 5 25. 25-ന് 5, ബാലൻസ് 2. ഇനി നമുക്ക് എങ്ങനെ ചെയ്യണതയോ ഇതിനെ ക്രോസ് ചെയ്യണം. അതായത് 5 × 7 5 × 2. 5 × 7 35. ഈ രണ്ടിന് സ്ഥാനം പോയിട്ടാണ് 35. 5 × 2 10. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടുക. 5 × 2 7, 3 1 4. ഈ 7നെ എടുത്തിട്ട് ഈ സ്ഥാനത്ത് ഇടുക. 4 ബാലൻസ്. പിന്നെ 7 × 2 എത്രയാണ്? 14. 14ഉം 4ഉം 18. അപ്പോൾ 25 × 75 എത്ര കിട്ടി? 18 75. എങ്ങനെ ചെയ്ത് മനസ്സിലായില്ലേ? 5 × 5 25. ആദ്യം ഇത് ചെയ്യുക, എന്നിട്ട് ബാലൻസ് 2. പിന്നെ ക്രോസ് 5 × 7 5 × 2 ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി കൂട്ടുക. അപ്പം 47 വന്നു. ഈ 7നെ എടുത്തിട്ട് ഈ സ്ഥാനത്തിടുക. 4 ബാലൻസ്. പിന്നെ ഇത് 7 × 2 14. 14ഉം 4ഉം 18. അപ്പോൾ 25 × 75 എത്ര കിട്ടി? 18 75. ഇനി ഓപ്ഷൻ ബി 22 × 78. ഇതെങ്ങനെ ചെയ്യാം? 78 ഇതേപോലെ തന്നെ 78 × 22. 8ഉം 2ഉം 16. 16ന് 6, ബാലൻസ് 1. 7 × 2 14. ഇത് ക്രോസിങ് തന്നെയാണ്. 7 × 2 14. 8 × 2 16. 1 ബാലൻസ് 1 3. ഇനി 1-നെടുത്ത് ഇവിടെ എഴുതാം. ബാലൻസ് ഈ 3 ബാലൻസ്. 7 × 2 14. 14 3 17. അപ്പോൾ 22 × 78 എത്ര കിട്ടി? 17 16. ഇനി ഓപ്ഷൻ സി 76 × 24. ഇതെത്രയായിട്ട് നമുക്ക് നോക്കാം. 76 × 24. 6 × 4 24. 2 7 × 4 28. 6 × 2 12. 8 × 2 10. 10 × 2 12. 12ന് 2 ബാലൻസ് 1. അപ്പോൾ 2 1 3 1 4. ഇനി 2-നെടുത്ത് ഇവിടെ എഴുതുക. ഈ 4 ബാലൻസ്. 7 × 2 14. 14 4 18. അപ്പോൾ 76 × 24 18 24 എന്ന് കിട്ടി. ഇനി ഓപ്ഷൻ ഡി 74 × 26. ഓപ്ഷൻ ഡി 74 × 26. അത് നമുക്ക് 74 × 24. 6 4 24 4 2. ഇനി ക്രോസ് ചെയ്യണം. 7 6 42. 4 × 2 8. 8 × 2 10 2 12ന് 2 ബാലൻസ് 1 5. 4 1 5. ഈ 2-നെടുത്ത് ഇവിടെ ചെയ്ത് 5 ബാലൻസ്. 7 × 2 14. 14ഉം 5ഉം 19. അപ്പോൾ ഇതിൽ 19 24. ഇപ്പോൾ ഈ ഗുണിച്ചതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഇത് ചെയ്യുമ്പോൾ 18 75. ഇത് 17 16. 18 24 19 20. അപ്പോൾ ഏറ്റവും വലുത് എത്രയാണ്? ഓപ്ഷൻ ഡി 74 × 26 ചെയ്യുമ്പോൾ 19 22. അപ്പോൾ ഓപ്ഷൻ ഡി 74 × 26 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? അത് ടോട്ടൽ നമുക്ക് 3 അക്ക സംഖ്യ എത്രയുണ്ട്? 100 മുതൽ 999 വരെയാണ് നമുക്ക് ടോട്ടൽ 3 അക്ക സംഖ്യകളുള്ളത്. ഇതിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതും ശിഷ്ടം 3 വരുന്നതുമായ എത്ര സംഖ്യകളുണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും ഏതാ നമുക്ക് കാണണം ആദ്യം. അപ്പം 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ശിഷ്ടം 2. അപ്പോൾ 100ൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നത്. അപ്പോൾ നമുക്ക് 101നെ നോക്കാം.
ശിഷ്ടം 3 വന്നു. അപ്പോൾ ആദ്യ സംഖ്യ എത്രയാണ്? 101 എന്ന് കിട്ടി. ഇനി അവസാന സംഖ്യ കാണണം. അവസാന സംഖ്യ കാണണം 999. നമുക്ക് 7 കൊണ്ട് ഹരിച്ച് നോക്കാം. അഞ്ച്. അതായത് 999നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്ന ശിഷ്ടം വരും. അതുപോലെ 998നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 4 എന്ന ശിഷ്ടം വരും. അതുപോലെ 997നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരും. അപ്പോൾ അവസാന സംഖ്യ ഏതാണ്? 997. 997. അതായത് 3 അക്ക സംഖ്യകൾ 7 കൊണ്ട് ഹരിച്ച് 3 ശിഷ്ടം വരുന്ന ആദ്യ സംഖ്യ 101ഉം അവസാന സംഖ്യ 997. ഇതിൽ എത്ര സംഖ്യകൾ അങ്ങനെയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ കാണാനുള്ള ഫോർമുല എന്താണ്? അതായത് കാണാനുള്ള ഫോർമുല അവസാന സംഖ്യ മൈനസ് ആദ്യ സംഖ്യ. ആദ്യ സംഖ്യ ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം പ്ലസ് 1. ഇതിൽ അവസാന സംഖ്യ എത്രയാണ്? 997. ആദ്യ സംഖ്യ മൈനസ് ആ സംഖ്യ എത്രയാണ്? 101 മൈനസ് പൊതുവ്യത്യാസം പറഞ്ഞാൽ ഈ 7 ഏതുകൊണ്ട് നമ്മൾ ഹരിക്കുന്ന 7. അപ്പോൾ 7 പ്ലസ് 1. 997 മൈനസ് 101 എത്രയാണ്? 896 ബൈ 7 പ്ലസ് 1. ഇനി 896നെ 7 കൊണ്ട് ഹരിച്ചാൽ 128 പ്ലസ് 1 എത്രയാണ്? 129. അപ്പം ആൻസർ 129. അടുത്ത ക്വസ്റ്റ്യൻ 10⁻499 എത്ര അക്കങ്ങളുണ്ട്? 10⁻499 എത്ര അക്കങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം 10⁻1 അതായത് എത്രയാണ്? 10. 10⁻1 10. 10ൽ എത്ര അക്കങ്ങളുണ്ട്? 1 2 2 അക്കങ്ങളുണ്ട്. അതുപോലെ 10⁻2 അതായത് 10 സ്ക്വയർ. 10 സ്ക്വയർ എന്നത് 100. 10⁻2 എന്ന് പറഞ്ഞത് 100. അപ്പോൾ ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 3 അക്കങ്ങൾ വന്നു. ഇവിടെ 1 വരുമ്പോൾ ഇവിടെ 2 അക്കം വന്നു. ഇവിടെ 2 വരുമ്പോൾ 3 അക്കം. 1 2 3 3 അക്കം വന്നു. അതുപോലെ 10⁻3 അതായത് 10 ക്യൂബ്. 10 ക്യൂബ് എത്രയാണ്? 1000. അതവിടെ 3 വന്നപ്പോൾ ഇവിടെ 4 അക്കങ്ങൾ വന്നിട്ടുണ്ട്. 1 2 3 4. ഇവിടെ 3 വന്നപ്പോൾ 4 അക്കം വന്നു. അതുപോലെ 499 എന്ന് പറഞ്ഞത് അപ്പോൾ എത്ര അക്കങ്ങൾ ഉണ്ടാവും? പ്ലസ് 1. അപ്പോൾ 500 അക്കങ്ങൾ ഉണ്ടാവും. 10⁻499 എത്ര അക്കങ്ങൾ ഉണ്ടാവും? 500. അതായത് പ്ലസ് 1. എല്ലാത്തിനും പ്ലസ് 1 ചെയ്താൽ മതി. 10⁻1 10 2 അക്കം. 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 3 അക്കം. 10 ക്യൂബ് എന്ന് പറയുന്നത് 4 അക്കം. അതായത് എല്ലാത്തിനും കൂടി പ്ലസ് 1. അതുപോലെ 499 പ്ലസ് 1 500. അപ്പോൾ 10⁻499 500 അക്കങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 8 സംഖ്യകളുടെ ശരാശരി A. 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? 8 സംഖ്യകളുടെ ശരാശരിയാണ് A. അപ്പോൾ 8 സംഖ്യകളുടെ തുക കാണാൻ എണ്ണം എത്ര? 8 സംഖ്യ. അപ്പോൾ എണ്ണം ഇൻറ്റു ശരാശരിയാണ് A. അപ്പോൾ എണ്ണം ഇൻറ്റു ശരാശരി എത്രയാണ്? 8A. പിന്നെ ഈ 8 സംഖ്യകൾ തന്നെ ഉള്ള ഒരു നമ്പറാണ് 14. ഈ 14 എന്നുള്ള സംഖ്യേനെ അവരെന്താക്കി? 30 ആക്കി. അപ്പോൾ എത്ര സംഖ്യയാണ് കൂടിയിരിക്കുന്നത്? അപ്പോൾ 30 മൈനസ് 14. 14 എന്നുള്ള സംഖ്യേനെ 30 ആക്കി. അപ്പോൾ എത്ര സംഖ്യയാണ് കൂടിയിരിക്കുന്നത് നോക്കാൻ 30 മൈനസ് 14 എത്രയാണ്? 16. 16 സംഖ്യയാണ് കൂടിയിരിക്കുന്നത്. പിന്നെ എത്ര സംഖ്യയാണ് ഉള്ളത്? 8. അപ്പോൾ 16/8. 16/8 എത്രയാണ്? 2. അപ്പോൾ 2 ശരാശരിയാണ് വർധനവ്. അപ്പോൾ വർധനവ് എത്രയാണ്? 2. അപ്പോൾ നമുക്ക് ശരാശരി പുതിയ ശരാശരി എത്രയാണെന്ന് നോക്കിയാൽ ആദ്യ ശരാശരി A ആണ്. അപ്പോൾ A അതിൻ്റെ കൂടി 2 കൂടി കൂട്ടലാണ് പുതിയ ശരാശരി. അപ്പോൾ A+2. അപ്പോൾ ആൻസർ എത്രയാണ്? A+2. അടുത്ത ക്വസ്റ്റ്യൻ
തുല്യവ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എത്ര? അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്താ? 1/3 πr² h. രണ്ട് വൃത്തസ്തൂപി ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ഈക്വൽ 1/3 πr² h. ഇത് ഒന്നാമത്തെ വൃത്തസ്തൂപിക, ഇത് രണ്ടാമത്തെ വൃത്തസ്തൂപിക. ആരത്തിൻ്റെ അതായത് റേഡിയസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 4ഉം 5ഉം. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/3 π, ആറിൻ്റെ അവിടെ 4² h1 ഈക്വൽ ടു 1/3 π, ആറിൻ്റെ അവിടെ 5² h2. ഇതിൽ 1/3 πയും 1/3 πയും ഈക്വൽ ആണ്. ഇനി 4² h1 ഉണ്ട്, 5² h2 ഉണ്ട്. അതായത് 4² h1 ഈക്വൽ ടു 5² h2. ഇത് നമുക്ക് എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 4² എന്ന് പറയുന്നത് ഈ h2യിലോട്ടും h1 എന്ന് പറയുന്നത് 5² h1 എന്നത് 5² 4² എന്ന് പറയുന്നത് h2മാണ്. ഇങ്ങനെ നമുക്ക് റേഷ്യോ കാണാൻ പറ്റുക. അപ്പോൾ h1 ഈസ് h2 എത്രയാണ്? h1 എത്രയാണ്? h1 5² 5² ഈസ് h2 എത്രയാണ്? 4². അപ്പോൾ 5² 25, 4² 16. അപ്പം ആൻസർ 25:16. അടുത്ത ക്വസ്റ്റ്യൻ, 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നും. 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ച വേണം? 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നും. അപ്പോൾ 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ച വേണം എന്നാണ് ചോദ്യം. നമുക്കത് എങ്ങനെ ചെയ്യാം? n1 × d1 × w2 ഈക്വൽ ടു n2 × d2 × w1. n എന്നത് നമുക്ക് പൂച്ചയായിട്ടും d എന്നത് നമുക്ക് എലിയായിട്ടും w എന്നത് നമുക്ക് സെക്കൻഡ് സമയമായിട്ടും എടുക്കാം. അപ്പോൾ ഇത് n1 എന്നത് 10 × d1 പൂച്ച എലിയാണ്, d1 എന്നത് 10 × w2 ആണ്, w2 എന്നത് സെക്കൻഡ്. അപ്പോൾ 100 ഈക്വൽ ടു n2 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ n2 × d2 എത്രയാണ്? d2 എലി. അപ്പോൾ 100 × w1 10. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 10 × 10 × 100 10,000 ഈക്വൽ ടു n2 × 1000. ഇനി നമുക്ക് n2 ആണ് കാണേണ്ടത്. n2 കാണണമെങ്കിൽ 10,000/1000. ഈ 3 പൂജ്യം ക്യാൻസൽ, ഈ 3 പൂജ്യം ക്യാൻസൽ, ബാക്കി എത്ര കിട്ടി? 10. അപ്പോൾ n2 എന്ന് പറയുന്നത് 10. അതായത് 100 സെക്കൻഡിൽ 100 പൂച്ചകളെ 100 എലികളെ തിന്നാൻ 10 പൂച്ച വേണം. അടുത്ത ക്വസ്റ്റ്യൻ, കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത്? ഈ ഓപ്ഷൻ തന്നെ ഏറ്റവും ചെറിയ തീയതിയാണ് 12. നമുക്ക് 12 വെച്ച് ആദ്യം നമുക്ക് നോക്കാം. 12, 13 ഇതാണ് ഏറ്റവും കുറച്ചുകൂടെ സിമ്പിളായ ഒരു മെത്തേഡ്. 12, 13, 14, 15, 16, 17, 18 7 ദിവസം. 1, 2, 3, 4, 5, 6, 7. ഇനി 18 കഴിഞ്ഞാൽ ഇത് 20, 21, 22, 23, 24, 25. ഈ ഒരു തീയതികളെ സമചതുരമാക്കിയാൽ അതിനെ തുക കൂട്ടിക്കഴിഞ്ഞ് 64 എന്ന് കിട്ടണം. നമുക്ക് ആദ്യം ഇത് നമുക്ക് കൂട്ടി നോക്കാം. ഇതൊരു സമചതുരം. അപ്പോൾ 12, 13, 19, 20 ഇത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞ് എത്ര വരും? 64. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ 12, 13, 19, 20 എന്നുള്ള ഒരു സമചതുര തീയതികൾ കൂട്ടുമ്പോൾ 64 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ ആൻസർ എത്രയാണ്? 12. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12. അപ്പോൾ ആൻസർ 12.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് സമയമെടുക്കും. 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 1 2 3 4 5 6 7 8 9 10 11 12 12 മണിയെടുക്കാൻ 22 സെക്കൻഡ് സമയം വേണം. അതായത് തുല്യ ഇടവേള ആയിരിക്കും. എത്ര ഇടവേള കണ്ട്? 1 2 3 4 5 6 7 8 9 10 11 11 ഇടവേളകളുണ്ട്. അപ്പോൾ ഒരു മണി അടിച്ച് അടുത്തൊരു മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? 22/11 2. അപ്പോൾ ഒരു മണി അടിച്ച് അടുത്തൊരു മണി അടിക്കാൻ 2 സെക്കൻഡ് സമയമാണ് വേണ്ടത്. അതുപോലെ 6 അടിക്കാൻ 1 2 3 4 5 6 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം ടോട്ടൽ? അപ്പോൾ ഇടവേളകൾ 1 2 3 4 5 5 ഇടവേള കൊണ്ട്. അപ്പോൾ 5 × 2 സെക്കൻഡ് എത്രയാണ്? 5 × 2 10. അപ്പോൾ ടോട്ടൽ 6 അടിക്കാൻ 10 സെക്കൻഡ് സമയം വേണം. അടുത്ത ക്വസ്റ്റ്യൻ, രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇത് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ, അതായത് 9 വർഷം കഴിയുമ്പോൾ 3 മടങ്ങായി മാറും. ആ 9 ഇടുക. 9 വർഷം കഴിയുമ്പോൾ 3 മടങ്ങായി. അപ്പോൾ 9 × 3 - 1 9 × 3 - 1 ബൈ, പിന്നെ മടങ്ങുകൾ നമ്മൾ കുറയ്ക്കുക. ആദ്യം തന്നെ 9 മടങ്ങാവെന്ന് പറയുന്നുണ്ട്. 9 - പിന്നെ 3 മടങ്ങെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മടങ്ങുകൾ നമ്മൾ കുറയ്ക്കുക ബൈ, അതായത് 9 വർഷങ്ങൾക്ക് ശേഷം 3 മടങ്ങ്, അതായത് 9 × 3 - 1 എന്നും ബൈ മടങ്ങുകൾ നമ്മൾ കുറയ്ക്കുക. അതായത് ആദ്യം തന്നെ 9 മടങ്ങെന്ന് പറയുന്നത് 9 - 3. അപ്പോൾ രാജുവിൻ്റെ പ്രായം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 9 × 3 - 1 2. 9 × 2 ബൈ 9 - 3 എത്രയാണ്? 6. അപ്പോൾ 2 6 3 തവണ 3 9 3. അപ്പോൾ ആൻസർ രാജുവിൻ്റെ പ്രായം എത്രയാണ്? 3. ഈ രീതിയിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ എത്രയാണ്? 3. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 3 പേർ ചേർന്ന് 4 മീറ്റർ × 4 മീറ്റർ × 4 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത് N1 × D1 × W2 = N2 D2 W1 എന്ന നിരക്കിലാണ്. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ദിവസം കൊണ്ട്, W2 എന്ന് പറയുന്നത് 4. 4 × 4 × 4. N2 എത്രയാണ്? 3 പേര്. 3 × D2 ആണ് നമുക്ക് കാണേണ്ടത്. D2 × W1 എന്ന് പറയുന്നത് 2 × 2 × 2. നമുക്ക് D2 കാണണം. D2 = 1 × 1 4 × 4 × 4 എത്രയാണ്? 4. 4 × 4 × 4 ബൈ 3 × 2 × 2 × 2. ഈ 2 4 2 തവണ 2 4 2 തവണ 2 4 2 തവണ ടോട്ടൽ 8/3. അപ്പോൾ 3 പേര് 4 × 4 × 4 വർക്ക് 8/3 ദിവസം കൊണ്ട് ചെയ്യും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്